ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു സാധാരണ വിഷയത്തെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങൾ ലോകത്തെ കാണുന്ന രീതിയെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അടിമുടി മാറ്റാൻ കഴിവുള്ളൊരു കാര്യമാണ്. അതാണ് ലോ ഓഫ് കറസ്പോണ്ടൻസ്, അതായത് തുല്യതയുടെ നിയമം. നമ്മുടെ യൂണിവേഴ്സൽ ലോകളിൽ, അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന 12 നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഭയങ്കരമായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ പേടിക്കണ്ട, ഞാനിത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. ഈ നിയമം എന്താണ് പറയുന്നതെന്നോ, മുകളിൽ എന്താണോ അത് താഴെയും, ഉള്ളിൽ എന്താണോ അത് പുറത്തും. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വിശ്വസിക്കുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ അതെല്ലാം നിങ്ങളുടെ പുറം ലോകത്ത് പ്രതിഫലിക്കും. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്ന് നോക്കാം. ഈ നിയമം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, ഉള്ളിലെ ലോകത്ത് എന്താണ് നടക്കുന്നത് അത് നിങ്ങളുടെ പുറം ലോകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ, ചുറ്റുപാടിൽ പ്രതിഫലിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്, ഗുരുത്വാകർഷണം പോലെ. അതുപോലെ തന്നെയുള്ളൊരു നിയമമാണിതും. അതിനെക്കുറിച്ച് ലളിതമായി പറയുകയാണെങ്കിൽ ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വരും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അകത്തുള്ളത് പുറത്തും, പുറത്തുള്ളത് അകത്തും. അല്ലെങ്കിൽ മുകളിൽ എങ്ങനെയാണോ അതുപോലെ താഴെയും, താഴെ എങ്ങനെയാണോ അതേപോലെ മുകളിലും. ഇത് എന്താണ് അർത്ഥം എന്നല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ, നമ്മുടെ അനുഭവങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ പുറം ലോകം നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു കണ്ണാടിയാണെന്ന്. ഇതിനൊരു ചെറിയ ഉദാഹരണം വെച്ച് പറയാം. നിങ്ങൾ വളരെ സന്തോഷവാനും പോസിറ്റീവായ ചിന്തകളുള്ള ആളുമാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഈ നിയമം പറയുന്നത്. നല്ല ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, അവസരങ്ങൾ നിങ്ങളെ തേടി വരും. എന്നാൽ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും വിഷാദത്തിലായിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ വരുന്നതും കാണാമെന്നാണ് ഈ നിയമം പറയുന്നത്. ഇത് വെറും ഒരു യാദൃച്ഛികതയൊന്നുമല്ല, ഈ നിയമം അവിടെ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാത്രിയിൽ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. നമ്മൾ വിചാരിക്കും, ഇതെന്താ നമ്മളുമായി ബന്ധം? പക്ഷേ ഈ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുന്ന പാറ്റേണുകൾ, അവയുടെ ചലനങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും, നമ്മുടെ വികാരങ്ങളിൽ പോലും പ്രതിഫലിക്കുന്നുണ്ട്. അതിശയം തോന്നുന്നില്ലേ? ലോ ഓഫ് കറസ്പോണ്ടൻസ് പറയുന്നത്, നമ്മൾ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ബിലീഫ്സ്, അതായത് വിശ്വാസങ്ങൾ, ചിന്തകൾ എന്നിവയെല്ലാം നമ്മുടെ പുറം ലോകത്തെ റിയാലിറ്റിയിൽ, അതായത് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പ്രതിഫലിക്കും എന്നാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഉറപ്പാണ് നമ്മുടെ പുറത്തും മാറ്റങ്ങൾ വരും. നിങ്ങൾക്കൊരു പുതിയ ജീവിതം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് തോന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? അതെ, നമ്മുടെ ഉള്ളിൽ തന്നെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ, ഇവയെല്ലാം മാറ്റാൻ കഴിഞ്ഞാൽ പുറമേയുള്ള നിങ്ങളുടെ ലോകം തനിയെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വെറും ഒരു ഭംഗിവാക്കൊന്നും പറയല്ല, തെളിയിക്കപ്പെട്ട ഒരു പ്രപഞ്ച സത്യമാണിത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, അതായത് ദിവസേനയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ലോ ഓഫ് കറസ്പോണ്ടൻസ് പ്രയോഗിക്കേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് കഴിയും. അപ്പോൾ അതിലൊന്നാമത്തേതാണ് ആന്തരികമായ വിലയിരുത്തൽ, അതായത് ഇന്നർ റിഫ്ലക്ഷൻ. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാകുക. ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിനെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുറം ലോകത്തെ കാര്യങ്ങളെ വളരെ എഫക്റ്റീവായി സ്വാധീനിക്കാൻ കഴിയും. ജീവിതത്തിൽ എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പുറത്തെവിടെയെങ്കിലും ഒരു പരിഹാരം തേടി പോകുന്നതിന് പകരം ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. ആ പ്രശ്നം നിങ്ങളുടെ ഉള്ളിലെ ഏത് ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഉള്ളിലെ ഒരു ചെറിയ മാറ്റം പുറമേ വലിയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കും. സ്വയം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പരിശീലിക്കാം.
ഇനി രണ്ടാമത്തേതാണ് പോസിറ്റീവായിട്ടുള്ള പ്രാക്ടീസുകൾ. അതായത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിക്കുക. എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ സന്തോഷവാനാണ്, എൻ്റെ ജീവിതം സമൃദ്ധമാണ് എന്നൊക്കെ രാവിലെയും രാത്രിയും മനസ്സിൽ പറയുക. അതുപോലെ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നതായി മനസ്സിൽ കാണുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ ആ ജോലി കിട്ടി, നിങ്ങൾ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ്, അതായത് നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിയാലിറ്റിയുമായി ഒരുമിപ്പിക്കുമ്പോൾ ലോ ഓഫ് കറസ്പോണ്ടൻസ് ആ ആഗ്രഹങ്ങളെ നിങ്ങളുടെ പുറം ലോകത്ത് യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും. ഇതൊരു തരം മെഡിറ്റേഷൻ പോലെ തന്നെയാണ്. ഇനി മൂന്നാമത്തേതാണ് നിങ്ങളുടെ ചുറ്റുപാടുകൾ പോസിറ്റീവ് ആക്കുക. അതായത് പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുക. നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ പുറം ലോകത്തെ സ്വാധീനിക്കുന്നത് പോലെ പുറം ലോകവും നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയെ സ്വാധീനിക്കും, നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് സ്വാധീനങ്ങളുള്ള ആളുകളോടും പോസിറ്റീവായ ചുറ്റുപാടുകളോടും ചേർന്ന് നിൽക്കുക. നല്ല സുഹൃത്തുക്കൾ, സന്തോഷം നൽകുന്ന സ്ഥലങ്ങൾ, നല്ല പുസ്തകങ്ങൾ, നല്ല വീഡിയോകൾ, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ വളർച്ചയ്ക്കും സന്തോഷത്തോടെ ഇരിക്കുന്നതിനും വളരെ നല്ലതാണ്. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. ഇനി നാലാമത്തേതാണ് നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക. നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകൾക്കും പാറ്റേണുകൾക്കും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. നിങ്ങളെപ്പോഴും എനിക്കിത് പറ്റില്ല, ഞാനൊരു പരാജയമാണ് എന്നൊക്കെ ഉള്ളിൽ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ പുറം ലോകത്ത് പ്രതിഫലിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണങ്ങൾ പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ സമൃദ്ധിയും നന്ദിയും നിറഞ്ഞ ഒന്നാക്കി മാറ്റുക. നിങ്ങൾ അതിൻ്റെ ഫലമായി നിങ്ങളുടെ പുറം ലോകത്തെ സാഹചര്യങ്ങളിൽ ഒരു അത്ഭുതകരമായ മാറ്റം കാണും. ഇത് നിങ്ങളുടെ കർമ്മയെ പോലും സ്വാധീനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നാണ്. അങ്ങനെ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ആന്തരികമായ വിലയിരുത്തൽ, രണ്ടാമത്തേത് പോസിറ്റീവ് പ്രാക്ടീസുകൾ, മൂന്നാമത്തേത് പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത്, അടുത്തത് നാലാമത്തേത് നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നത്. ഇനി ഈ ലോ ഓഫ് കറസ്പോണ്ടൻസ് ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. വലിയ പ്രപഞ്ചവും നമ്മുടെ ചെറിയ ലോകവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന്. നമ്മുടെ പുറം ലോകത്തെ സാഹചര്യങ്ങൾ മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളിലൊരു മാറ്റം കൊണ്ടുവരണം. ഉള്ളിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ പുറം ലോകം അതിനനുസരിച്ച് മാറും. ഈ ആഴത്തിലുള്ള നിയമം നിങ്ങളുടെ റിയാലിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെയും പുറമേയുള്ള ലോകങ്ങളും തമ്മിലുള്ള ഈ നൃത്തത്തിൽ പങ്കുചേരുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം സ്വയം കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പിയാണ്. ഞാൻ ഈ ചാനലിൽ 12 പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയും മുഴുവനായും അവസാനം വരെയും കണ്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്